മലയാളത്തിലെ നാലാമത്തെ യൂണിറ്റായ രസിതം വളരെ രസകരമായ ഒരു യൂണിറ്റാണ്. ധാരാളം കളികളെക്കുറിച്ച് അറിയുന്നതിനും കളികൾ കളിച്ചു നോക്കാനും നമുക്ക് അവസരം നൽകുന്ന ഒരു യൂണിറ്റ് കൂടിയാണ് രസിതം. പേര് പോലെ തന്നെ രസകരമാണ് ഈ യൂണിറ്റിലൂടെയുള്ള കടന്നുപോക്കും. ക്ലാസ് ഗ്രൂപ്പുകളിൽ ഒരു കടങ്കഥ പയറ്റിലൂടെ തന്നെ നമുക്ക് ഈ യൂണിറ്റിലേക്ക് പ്രവേശിക്കാം. ജോൺ കുന്നപ്പള്ളിയുടെ തെയ്തേ എന്ന ബാലസാഹിത്യ കൃതിയിൽ നിന്നെടുത്ത നെഹ്റു ട്രോഫി വള്ളംകളി എന്നതാണ് ആദ്യ പാഠഭാഗം. നിങ്ങൾ എല്ലാവരും അത് വായിച്ചിട്ടുണ്ടാവുമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി. നെഹ്റു ട്രോഫി വള്ളംകളി. ആ കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആരും അക്ഷമരായിട്ടില്ല. മണി 1:45 5 മിനിറ്റ് കൂടിയുണ്ട്. അപ്പോൾ അങ്ങകലെ ഒരു ബോട്ട് പ്രത്യക്ഷപ്പെട്ടു. അതാ അതാ വരുന്നുണ്ട്, ഓ എത്തിപ്പോയി. അകലെ കണ്ണ് നട്ടുകൊണ്ട് ജനക്കൂട്ടം വിരൽ ചൂണ്ടി. ഡറോത്തി എന്നു പേരായ ജലനൗക തരംഗ പരമ്പരകൾ ഇളകി വരുന്നത് കാണാറായി. ആ ബോട്ടിന് ഒരു അരയന്നപ്പിടയുടെ ചന്തമുണ്ടായിരുന്നു. ബോട്ട് മണ്ഡപത്തോട് അടുക്കാറായി. അപ്പോഴേക്കും ആഹ്ലാദാരവങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി കഴിഞ്ഞു. നിമിഷങ്ങൾ കൊണ്ട് ഡൊറോത്തി മണ്ഡപത്തിന് സമീപത്തെത്തി. വിശിഷ്ടാതിഥി പുറത്തിറങ്ങി. ചുരിദാർ പൈജാമയും കുർത്തയും ഗാന്ധി തൊപ്പിയും പത്താൻ ഷൂസുമായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. അതിഥി മണ്ഡപത്തിലേക്ക് കയറിയപ്പോൾ ജനങ്ങൾ ജയഘോഷം മുഴക്കി. പണ്ഡിറ്റ് ജി കി ജയ്! അനേകായിരങ്ങളുടെ ആർപ്പുവിളികൾ ഉയർന്നു. ആ നവഭാരത ശില്പി കൈ ഉയർത്തി അഭിവാദനങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ 63 കതിനാവെടികൾ പൊട്ടി. 63 എന്ന സംഖ്യ ആ മഹാന്റെ വയസ്സിനെ അനുസ്മരിപ്പിച്ചു. സ്വതസിദ്ധമായ പുഞ്ചിരിയോടെ നെഹ്റു മണ്ഡപത്തിൽ ഉപവിഷ്ടനായി. അധികം താമസിച്ചില്ല. അത്യുച്ചത്തിൽ ഒരു വെടിപൊട്ടി. 8 ചുണ്ടൻ വള്ളങ്ങൾ ഇടിമിന്നൽ മാതിരി ചീറിപ്പാഞ്ഞു. അവ 1 മൈൽ ദൂരെ സമരസജ്ജമായി നിൽക്കുകയായിരുന്നു. അഭൂതപൂർവമായ ആ കാഴ്ച നെഹ്റു ദൂരദർശിനിയിലൂടെ നോക്കിക്കണ്ടു. അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം തുള്ളിച്ചാടി. നടുഭാഗം നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാൻജി, മാമ്പിഴക്കൈ എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അവ പ്രകടിപ്പിച്ച വാശിയും ആവേശവും നെഹ്റുവിനെ വികാരഭരിതനാക്കി. കളിയോടങ്ങൾ മണ്ഡപത്തോട് അടുക്കാറായപ്പോഴേക്കും ആവേശം വർദ്ധിച്ചു. അപ്പോൾ അടുത്ത് കിട്ടിയ ഒരു കസേരയിൽ ചാടിക്കയറാൻ പോലും അദ്ദേഹം മടിച്ചില്ല. അപ്പോഴേക്കും ചുണ്ടൻ വള്ളങ്ങൾ ലക്ഷ്യസ്ഥാനത്തെ സമീപിക്കാറായി കഴിഞ്ഞിരുന്നു. ആ തുല്യശക്തികൾ മിന്നൽ വേഗത്തിൽ ഇരമ്പിക്കുതിച്ചാണ് വന്നത്. ആ വരവ് കണ്ട് പണ്ഡിറ്റ് ജി രോമാഞ്ചത്തോടെ തുള്ളിച്ചാടി. തുടക്കാരുടെ ആയത്തിനൊപ്പിച്ച് അദ്ദേഹവും താളം ചവിട്ടി. കായലോരം ഹർഷാരവത്തിൽ മുങ്ങി. അവിടം വള്ളപ്പാട്ടിന്റെ താളമേളങ്ങളിൽ അലിഞ്ഞു ചേർന്നു. ഒന്നാമത്തെ ട്രാക്കിലൂടെ ഒരു പടക്കുതിരയെപ്പോലെ പറന്നു വന്നത് നടുഭാഗം ചുണ്ടനായിരുന്നു. ആ ജലരാജൻ വിജയക്കൊടി വാങ്ങി വെള്ളത്തിൽ നാട്ടി. നടുഭാഗത്തിന്റെ ക്യാപ്റ്റൻ പണ്ഡിറ്റ്ജിയുടെ വക സമ്മാനമേറ്റുവാങ്ങി. ഒരു ചുണ്ടൻ വള്ളത്തിന്റെ ആകൃതിയിലുള്ളതായിരുന്നു ആ ട്രോഫി. അനന്തരം ചുണ്ടൻ വള്ളങ്ങളെല്ലാം നെഹ്റുവിന്റെ മുമ്പിൽ അണിനിരന്നു. എന്നിട്ട് അവ ആഹ്ലാദ പ്രകടനം നടത്തി. ആ രംഗം അദ്ദേഹത്തെ അത്യന്തം രസിപ്പിച്ചു. ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറാനും നെഹ്റു ആഗ്രഹിക്കാതിരുന്നില്ല. ആ സമയം നടുഭാഗം ചുണ്ടൻ മണ്ഡപത്തെ സമീപിക്കുന്നത് അദ്ദേഹം കണ്ടു. വിജയലഹരിയിൽ പുളകമണിഞ്ഞാണ് നടുഭാഗം നിന്നിരുന്നത്.
ആ സൗന്ദര്യാരാധകൻ അതിൽ ചാടിക്കയറാൻ ആഞ്ഞടുത്തു. അദ്ദേഹത്തെ തടയാൻ ആരും ധൈര്യപ്പെട്ടില്ല. എല്ലാ മുഖങ്ങളിലും ഉത്കണ്ഠ നിഴലിച്ചു. ഒരു നിമിഷം, പിന്നെ താമസിച്ചില്ല. പണ്ഡിറ്റ്ജി നടുഭാഗം ചുണ്ടനിൽ ചാടിക്കയറി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെയും വഹിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടൻ മുന്നോട്ടാഞ്ഞു. അദ്ദേഹം പുന്നമട കായലിലൂടെ ഒരു ഉല്ലാസയാത്ര നടത്തി. മറ്റു ചുണ്ടൻ വള്ളങ്ങളും നിരവധി ബോട്ടുകളും ആ യാത്രക്ക് അകമ്പടി സേവിച്ചു. അപ്പോൾ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും എല്ലാം മുഴങ്ങി. അത് കേട്ട് പുന്നമട കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തണിഞ്ഞു. കുട്ടനാട്ടുകാർ നെഹ്റുവിന് നൽകിയ ആ വരവേൽപ്പ് ഒരു ജലമേളക്ക് നാന്ദി കുറിച്ചു. അതാണ് ആവേശോജ്വലമായ നെഹ്റു ട്രോഫി വള്ളംകളി. തെയ്തെ ജോൺ കുന്നപ്പള്ളി. ഇത് എഴുതിയത് ജോൺ കുന്നപ്പള്ളി. ഇദ്ദേഹം പത്രപ്രവർത്തകനും സാഹിത്യകാരനുമാണ്. തെയ്തെ എന്ന ബാലസാഹിത്യ കൃതിയിൽ നിന്നെടുത്തതാണ് ഈ പാഠഭാഗം. ആലപ്പുഴയിലെ പുന്നമട കായലിൽ എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച നടക്കുന്ന ജലമേളയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. 1952 ഡിസംബർ 27-ാം തീയതി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന വള്ളം കളിയുടെ വിവരണ രൂപത്തിലുള്ള അവതരണമാണ് ഈ പാഠഭാഗം. ഇതിലെ ചോദ്യ ഉത്തരങ്ങൾ നമുക്കൊന്ന് നോക്കാം. പറയാം, എഴുതാം. ഏതൊക്കെ ചുണ്ടൻ വള്ളങ്ങളാണ് ഈ വള്ളംകളിയിൽ പങ്കെടുത്തത്? നടുഭാഗം, നെപ്പോളിയൻ, ചമ്പക്കുളം, കാവാലം, പാർത്ഥസാരഥി, നേതാജി, വലിയ ദിവാഞ്ചി, മാമ്പിഴക്കരി എന്നീ ചുണ്ടൻ വള്ളങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. വള്ളംകളി കണ്ടപ്പോഴുണ്ടായ സന്തോഷം നെഹ്റു എങ്ങനെയാണ് പ്രകടിപ്പിച്ചത്? വള്ളങ്ങൾ ഇടിമിന്നൽ പോലെ ചീറിപ്പാഞ്ഞു വരുന്ന അഭൂതപൂർവമായ കാഴ്ച കണ്ട നെഹ്റു അടക്കാനാവാത്ത ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. വള്ളം കളിക്കാർ പ്രകടിപ്പിച്ച വാശിയും ആവേശവും കണ്ട് വികാരഭരിതനായ അദ്ദേഹം അടുത്തു കിടന്ന ഒരു കസേരയിൽ ചാടിക്കയറി. തുഴക്കാരുടെ ആയത്തിനൊപ്പിച്ച് അദ്ദേഹം താളം ചവിട്ടി. പണ്ഡിറ്റ്ജി എത്തുമ്പോൾ 63 കതിനാവെടികൾ പൊട്ടിച്ചത് എന്തിനെ സൂചിപ്പിക്കാനായിരുന്നു? 63 കതിനാവെടികൾ പൊട്ടിച്ചത് പണ്ഡിറ്റ്ജിയുടെ വയസ്സിനെ സൂചിപ്പിക്കാനായിരുന്നു. പുന്നമട കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തണിഞ്ഞു. എപ്പോൾ? ഒരു ചുണ്ടൻ വള്ളത്തിൽ കയറാൻ ആഗ്രഹിച്ച നെഹ്റുവിനെയും വഹിച്ചുകൊണ്ട് നടുഭാഗം ചുണ്ടൻ പുന്നമട കായലിലൂടെ ഉല്ലാസയാത്ര നടത്തി. മറ്റു ചുണ്ടൻ വള്ളങ്ങളും ബോട്ടുകളും പ്രധാനമന്ത്രിയുടെ ആ യാത്രക്ക് അകമ്പടി സേവിച്ചു. അപ്പോഴുണ്ടായ ആർപ്പുവിളികളും ആരവങ്ങളും കൊട്ടും പാട്ടും കേട്ടാണ് പുന്നമട കായലിലെ കൊച്ചോളങ്ങൾ പോലും പുളകച്ചാർത്തണിഞ്ഞത്. ചേർത്തെഴുതാം. എത്തി അധികം പോയി, എത്തിപ്പോയി. ഇതുപോലെ താഴെ കൊടുത്തവ ചേർത്തെഴുതുക. ചാടി അധികം കയറി, ചാടിക്കയറി. തുള്ളി അധികം ചാടി, തുള്ളിച്ചാടി. നോക്കി അധികം കണ്ടു, നോക്കിക്കണ്ടു. ചീറി അധികം പാഞ്ഞു, ചീറിപ്പാഞ്ഞു. അർത്ഥം കണ്ടെത്താം. അക്ഷമരാവുക. അക്ഷമരാവുക എന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാത്തവരാവുക. അഭൂതപൂർവം, മുമ്പ് സംഭവിക്കാത്തത്. അഭൂതപൂർവമായ കാഴ്ച എന്ന് പറഞ്ഞാൽ മുമ്പ് കാണാത്ത ഒരു കാഴ്ച, മുമ്പ് സംഭവിക്കാത്ത ഒരു കാര്യം. ജലനൗക, തോണി. നമ്മുടെ തോണിയാണ് ജലനൗക എന്ന് പറയുന്നത്. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, ആഹ്ലാദം എന്നൊക്കെ പറയാം. തരംഗം, ഓളം, തിര എന്നെല്ലാം പറയാം. ആരവം, ശബ്ദം, അതായത് അത്യന്തം, അങ്ങേയറ്റം. നാന്തി കുറിക്കുക,
ആരംഭം കുറിക്കുക, അതായത് തുടങ്ങുക. എന്തെങ്കിലും പരിപാടി തുടങ്ങുമ്പോൾ അതിനെ പറയുന്നതാണ് നാന്ദി കുറിക്കുക.